ഇതാട്ടോ നല്ല കാടാണ്, ഫോറസ്റ്റ് ഏരിയ ആണ്. രാത്രിയിൽ ഈ മറിപ്പൂവിലൂടെ ഇതിലൂടെ ആനകൾ ഇറങ്ങി വരുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അതുപോലെ പുലികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഏതായാലും വേണ്ടിയില്ല, ഇവിടെ രണ്ടാൾക്കാർ വേറെ ഉണ്ട്, അതുകൊണ്ട് എനിക്കൊരു ധൈര്യമുണ്ട്. പിന്നെ കാറിലൊക്കെ ഇവിടേക്ക് ആൾ വരുന്നുണ്ട് കേട്ടോ. ഇതുണ്ടെങ്കിൽ ഇതിൻ്റെ ചുറ്റുപാടുള്ള കാഴ്ചകളാട്ടോ. യെസ്, മല എന്ന് പറയുന്നത് ഒന്നൊന്നര മലകളാണ് അവിടെ ഉള്ളത്. ഇത് നമ്മൾ തുരങ്കപാതൻ്റെ മുകളിൽ കാണുന്നതിനെക്കാട്ടി വലിയ നല്ല ഉയരത്തിലുള്ള മലാട്ടത്. സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ തുരങ്കപാതയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മുടെ കോഴിക്കോട് വയനാട് ഇരട്ട തുരങ്കപാത വർക്കിൻ്റെ വിശേഷങ്ങളാട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അതിന് ഞാൻ ആനക്കാംപൊയിൽ ഭാഗത്താണുള്ളത്. ആനക്കാംപൊയിൽ ഭാഗത്തുള്ള വർക്കിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടിപൊളി അടിപൊളി ഏരിയ കേട്ടോ. വാവ്. അങ്ങനെ നമ്മൾ തുരങ്കപാത വർക്ക് നടക്കുന്ന ഏരിയയിലേക്ക് എത്തി. ഇവിടെ അതിൻ്റെ ഉള്ളോട്ട് പ്രവേശനമല്ല കേട്ടോ. വാവ്, എത്രത്തോളം വർക്കായി. മൈ ഗാഡ്, മലയൊക്കെ മൂടി കിടക്കണം. ഞങ്ങൾ കോടമഞ്ഞാൽ മൂടി കിടക്കുന്ന നമ്മുടെ സ്വർഗം കുന്ന്, ഈ മലയുടെ ഉള്ളിൽ കൂടിയാട്ടോ നമ്മുടെ തുരങ്കപാത പോകുന്നത്. ജോലിയൊക്കെ എപ്പോഴും അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമുക്കതിൻ്റെ ഉള്ളോട്ടൊന്ന് പോയി നോക്കിയാലോ. അതിൻ്റെ കുറേ ഉള്ളോട്ട് എത്തിയല്ലോ. അതിൻ്റെ ഉള്ളിലെ വർക്ക് ഇരുടാട്ടോ കാണുന്നത്. വാഹനങ്ങൾ, ഏത് വാഹനമാണത്? ഏതായാലും ഒരു തുരങ്കാണ് ഇവിടെ തകൃതിയായിട്ട് തുറന്നുകൊണ്ടിരിക്കുന്നത്. ഈ മലയുടെ മുകളിൽ ഉള്ളിൽ കൂടി പോയിട്ട് മേപ്പാടിയിൽ എത്തണം കേട്ടോ. 8.15 കിലോമീറ്റർ ദൂരത്തിലുള്ള തുരങ്കം. അതിങ്ങനെ തുളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം എത്ര തുളച്ചെന്നറിയാം? ഏകദേശം ഞാൻ അവരോട് ചോദിച്ചിട്ടോ. അവർ പറഞ്ഞ് 50 മീറ്റർ 50 മീറ്റർ തുളച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ചുറ്റുപാട് കണ്ടങ്ങൾ. ഞാൻ 2 ആഴ്ച മുമ്പ് ഇവിടുത്തെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിരുന്നു കേട്ടോ. 2 ആഴ്ച മുമ്പ് വന്ന കാരണം, 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും വരാനുള്ള കാരണേ, നല്ല മഴ പെയ്തു, വെള്ളമൊക്കെ കൂടി. വെള്ളമൊക്കെ മറിപ്പുഴ. അപ്പോൾ തുരങ്കപാത വർക്ക് നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നതാട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒരാൾ ഇവിടെ ഉണ്ട്. അതിൻ്റെ ഉള്ളോട്ടൊന്നും കയറാൻ പറ്റില്ല. പെർമിഷൻ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അവർ നിർത്തിയിട്ടോ. ഒരാൾക്കും പുറമുള്ള ആളുകൾക്ക് ആർക്കും വെറുതെ അങ്ങോട്ട് കയറാൻ പറ്റില്ല, വീഡിയോ എടുക്കാൻ തീരെ പറ്റില്ല. പിന്നെ അവിടെയുള്ള സ്ഥല ഉടമകളൊക്കെ ഉണ്ട്, അവർക്കൊക്കെ ഇതിലേ പോട്ടോ. അവർക്ക് അവരുടെ സ്ഥലത്തേക്ക് പോകാനുള്ള അവകാശമുണ്ട്. ഇത് കാണുമ്പോൾ എന്തോ ഒരു ചെറിയൊരു ആളുകൾ നിൽക്കുന്ന കാഴ്ച ഉണ്ടെങ്കിൽ, ലോറിയൊക്കെ എത്രയോ ഹൈറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്ന് കാണിക്കാട്ടോ. പിന്നെ വിശേഷങ്ങളൊക്കെ നമുക്ക് അവർ ചോദിച്ചാലൊക്കെ മനസ്സിലാവും. ആരെങ്കിലും എഞ്ചിനീയർമാരൊക്കെ കിട്ടി കറക്റ്റ് ചോദിച്ചാൽ. അപ്പോൾ നമ്മളിത് ബായിനെ കണ്ടപ്പം അവർ പറഞ്ഞു കറക്റ്റ് 50 മീറ്റർ തുളച്ചു കഴിഞ്ഞു. കഴിഞ്ഞ വട്ടം വരുമ്പോൾ എത്രയെന്നറിയോ? 20 മീറ്റർ ആയിരുന്നു കേട്ടോ 2 ആഴ്ച മുമ്പ്. അപ്പോൾ 2 ആഴ്ച കൊണ്ട് 30 മീറ്ററും കൂടി അവർ തുളച്ചു കഴിഞ്ഞു. അപ്പോൾ നല്ല വർക്ക് നടക്കുന്നുണ്ട് അല്ലേ. 2 ആഴ്ച 30 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഏകദേശം 3 മീറ്റർ ആ ഒരു കണക്കിലല്ലേ, അത്ര ആ ഒരു ലെവലിൽ അങ്ങനെ പോകുന്നുണ്ട്. ഏതായാലും 3 മീറ്റർ പോകാൻ തന്നെ വലിയ കിട്ടലാണ് ഈ കരിമ്പാറ. ഇനി കൂടുതൽ ഉള്ളോട്ട് പോകുന്നതനുസരിച്ച് വർക്ക് സ്പീഡാവാൻ സാധ്യതയുണ്ട്. 3 മീറ്റർ ഒരു ദിവസം 8 മീറ്റർ തുറക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഭാഗത്തുനിന്ന് കൂടി ജോലി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ 8 മീറ്റർ തുളയ്ക്കാൻ പറ്റുകയാണെങ്കിൽ ഇത്ര ദിവസം കൊണ്ട്, 1000 ദിവസം കൊണ്ടാണ് ഇവരുടെ കറക്റ്റ് ഏകദേശം ഒരു കണക്ക് വരുന്നത്. പിന്നെ ബാക്കിയുള്ള സമയം അങ്ങനെ കൂടി 5 വർഷം കഴിയണം തുരങ്കപാത ആവണമെങ്കിൽ. ഏതായാലും വർക്ക് ഉഷാറായിട്ട് അങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ കണ്ടോ, അതിൻ്റെ മുകളിൽ ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്കൊക്കെ ചെയ്ത് ആ പാറ അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ കരിമ്പാറ തന്നെയായിരുന്നു. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചതാണ്. ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്ക് സിമൻറ്റ് സ്പ്രേ ആയിട്ട് അടിക്കുന്ന പരിപാടിയാണ്. സിമൻറ്റും എംസാൻഡും കൂടി. അത് ഏകദേശം നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ ഇപ്പം ജോലിക്കാരില്ല. ട്യൂബ്, അതായത് ടണലിന് നമ്പർ ഇട്ടല്ലോ. ഇത് 2 ട്യൂബ് നമ്പർ 2 ആട്ടോ. ഇതാണ് 1
ഏകദേശം ഒരു 2 മീറ്ററൊക്കെ തുളച്ച് വെച്ചിട്ടുള്ളൂ. അതിനി അവിടെ തിളയ്ക്കാണ്ട് എൻ്റെ കറക്റ്റ് 2 ഹൈറ്റ് റെഡിയായി വരും. അതിൻ്റെ അടിഭാഗം കണ്ടില്ല നിങ്ങൾ, അതിൻ്റെ കറക്റ്റ് അടിഭാഗം ലെവൽ അതാട്ടോ. ഇതിൻ്റെ ഹൈറ്റ് കറക്റ്റ് എത്രയാണ്? 7 മീറ്ററോ? കറക്റ്റ് റോഡ് ലെവൽ നെറ്റ് ടോപ്പിലേക്ക് 7 മീറ്ററാന്ന് തോന്നുന്നു അല്ലേ? കറക്റ്റ് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്താൽ കേട്ടോ. ഇതിൻ്റെ മുമ്പ് 9 മീറ്റർ, 6 മീറ്റർ അങ്ങനെ പലതും കേൾക്കുന്നുണ്ട്. എന്താണെന്ന് കറക്റ്റ് അറിയില്ല. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക, എന്നാൽ ബാക്കിയുള്ളവർക്കും കൂടി അറിയാമല്ലോ കറക്റ്റ്. ഇവിടെ ആയിട്ട് അവർക്ക് വാഹനങ്ങളൊക്കെ പോകാനുള്ള ഒരു താൽക്കാലിക പാലം നിർമ്മിച്ച് അതിലൂടെ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇപ്പം ഇനി അതിൻ്റെ അടിയിൽ കൂടി അവിടെ ഒരു പില്ലറൊക്കെ വെച്ചിട്ട് അടിപൊളി ഒരു പാലം ഉണ്ടാക്കിയത്, കോൺക്രീറ്റ് പാലം. അതിൻ്റെ അടിയിൽ കൂടി ഇപ്പോൾ വെള്ളമൊക്കെ ഉഷാറായിട്ട് പോകുന്നത്. ഏതായാലും മഴക്കാലത്തിന് മുമ്പ് അവർ ആ പാലപ്പുറക്ക് തീർത്തുകൊണ്ട് വാഹനങ്ങൾക്കൊക്കെ ഉഷാറായിട്ട് പോകാനായി. പെട്ടെന്ന് അതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വെള്ളം വരുന്ന വരുത്തണ്ടോ. ഇനി മുകൾ ഭാഗത്ത് മലയോര മേഖലയിൽ നല്ല മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് വെള്ളം കൊണ്ട് കുത്തി ഒലിക്കും. അപ്പോൾ പിന്നെ ഇവർക്ക് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് കിടക്കാൻ ബുദ്ധിമുട്ടുള്ള സമയമുണ്ട്. അതുകൊണ്ട് തന്നെ ആ പാലം നിർമ്മിച്ചുകൊണ്ട് ജോലിക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാനും വാഹനങ്ങൾ പോകാനൊന്നും ഒരു പ്രശ്നമില്ല. ഇനി അതുകൂടാതെ ഇവിടെ ആന പുലിയൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമാട്ടോ. അതുകൊണ്ട് തന്നെ ഇനി ഇവർ മൊത്തം അടയ്ക്കാനുള്ള പരിപാടിയാണ്. സൈഡിൽ കൂടിയൊക്കെ മറ്റേ കറണ്ട് ലൈനില്ലേ, അത് വെക്കാനുള്ള പരിപാടി കേട്ടോ. അവിടെ ജോലിക്കാരെ സുരക്ഷ അവർ നോക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ളൊരു ന്യൂസ് കേട്ടു. അറിയാവുന്നൊരു കമൻറ്റ് ചെയ്താളി. ഏതായാലും മറിപ്പൂയി ഉഷാറായിട്ട് ഒഴുകുന്നുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് 2 സ്റ്റീൽ ബ്രിഡ്ജ് വരുന്നത്. 2 സ്റ്റീൽ ബ്രിഡ്ജ് അങ്ങോട്ട് വരുന്നത് 150 മീറ്ററിലുള്ള 2 സ്റ്റീൽ ബ്രിഡ്ജ്. ഇവിടുന്ന് ഏകദേശം ഒരു 10-15 മീറ്ററോളം താഴത്താണ് തുരങ്കപാത നിൽക്കുന്നത്. ഇവിടെ മണ്ണ് ഇനിയും ഒരു 9 മീറ്ററോളം താഴെയുണ്ടെന്നാണ് പറഞ്ഞത്. താഴ്ത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ലെവലിൽ അവിടേക്ക് എത്തും. അതിൻ്റെ വർക്ക് ബാക്ക് വേറൊരു കമ്പനി കേട്ടോ, പുനിയ എന്ന് പറഞ്ഞ കമ്പനി. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അവിടെ അവരുടെ യൂണിറ്റൊക്കെ അവിടെ ഉണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം പോകുമ്പം. അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കും ആ പാലത്തിൻ്റെ വർക്കൊക്കെ അവർക്കാണ്. സ്റ്റീൽ ബ്രിഡ്ജ് നമ്മൾ കണ്ടില്ലേ, കുറ്റിപ്പുറം നമ്മുടെ ചോറോട് പാലൊക്കെ കണ്ടില്ലേ, അതുപോലുള്ള ബ്രിഡ്ജ്. രണ്ടും കൂടി അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടോ. അതിലൊരു പിക്ചർ ഇവിടെ ഒന്നും കണ്ടിരുന്നു. അത് ഞാൻ വേണമെങ്കിൽ ഞാനിതിൽ ആഡ് ചെയ്യാം. ഇതിൻ്റെ കറക്റ്റ് വർക്ക് ഒരു 3D പിക്ചർ. ഏതായാലും ഇനി ഒരു 100 മീറ്ററും കൂടി തുളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പുറത്ത് വെച്ച കർട്ടൻ ഉണ്ടല്ലോ, അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. 100 മീറ്റർ തുളച്ച് കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഒരിക്കലും തെറിക്കില്ല. അത്രയും ദൂരം 100 മീറ്ററൊക്കെ തെറിക്കുള്ളൂ. ഇപ്പോൾ അവർ ഒരു കർട്ടനൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ. തുളയ്ക്കുന്ന ഒരു ബ്ലാസ്റ്റ് ചെയ്ത് പൊട്ടിക്കല്ലേ, ഹോൾസ് ഇട്ടിട്ട് ബ്ലാസ്റ്റ് ചെയ്ത് ഇങ്ങനെ പൊട്ടിച്ച് പോവാട്ടോ. നമ്മുടെ നാട്ടം ടെക്നോളജിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. DBM ആണ് മൊത്തത്തിൽ തുറന്നു പോകുന്ന ആ ഒരു മെഷീന്. അവിടേക്ക് എന്തൊക്കെ പ്രോബ്ലം ഉണ്ട്, പാറയുടെ എന്തൊക്കെ പ്രശ്നം കൊണ്ടാണ്, എന്തോ കാരണം കൊണ്ടാണ് അത് ഇവിടേക്ക് കൊണ്ടുവരാൻ പറ്റാത്തത്. ഏതായാലും അടിപൊളി. ഇങ്ങനെ ഫുള്ള് വർക്കൊക്കെ കഴിഞ്ഞ് ഇതിലൂടെ യാത്ര പോകുന്ന ആ ഒരു രംഗം ഒന്ന് ആലോചിച്ച് നോക്കട്ടെ നമുക്ക്. ഇതാട്ടോ നല്ല കാടാണ്, ഫോറസ്റ്റ് ഏരിയ ആണ്. രാത്രിയിൽ ഈ മറിപ്പൂവിലൂടെ ഇതിലൂടെ ആനകൾ ഇറങ്ങി വരുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അതുപോലെ പുലികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഏതായാലും വേണ്ടിയില്ല, ഇവിടെ 2 ആൾക്കാർ വേറെ ഉണ്ട്. അതുകൊണ്ട് എനിക്കൊരു ധൈര്യമുണ്ട്. പിന്നെ കാറിലൊക്കെ ഇവിടേക്ക് ആൾ വരുന്നുണ്ട് കേട്ടോ ഇത് കാണാനായിട്ട്. ഇനി നമുക്ക് ബാക്ക് ഭാഗത്തേക്ക് പോവാം. അവിടേക്ക് പോയിട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം. പിന്നെ ഇത് നമ്മൾ ഒരുപാട് കാണിച്ചാലോ, അവിടെ എംസാൻഡ് അതൊക്കെ അവർ പൊട്ടിച്ച് റെഡിയാക്കുന്നുണ്ടല്ലോ. ഇതിൻ്റെ പാറ എല്ലാം ഉപയോഗിച്ചിട്ട് ഇതിലുള്ള പാറകളൊക്കെ ഇവർ വേറെ സ്റ്റോർ ചെയ്യാൻ പോകും കേട്ടോ. ഇവർക്ക് ആവശ്യമുള്ള പാറ മാത്രം ബോളർ അതാ പോകുന്ന ആവശ്യമുള്ള ബോളർ അവർ ഇവിടേക്ക് തട്ടും. അത് എംസാൻഡ് മെറ്റലൊക്കെ ആക്കിയെടുക്കും. ഷോർട്ട് ക്രീറ്റ് വർക്ക് 8.1 കിലോമീറ്റർ ഷോർട്ട് ക്രീറ്റ് വർക്ക് ഉള്ളു ഫുള്ള് കമ്പി നെറ്റ് അടിച്ചിട്ട്, കമ്പിയുടെ അടിപൊളി നെറ്റാണ് അത്. സ്റ്റീല് ദ്രവിക്കാത്ത സൈസ് സാധനം. അതിൽ ഷോർട്ട് ക്രീറ്റ് വർക്ക് ചെയ്ത് കവർ ചെയ്യുന്ന പരിപാടി കേട്ടോ ഈ തുരങ്കപാതൻ്റെ വർക്ക്. അതിലവിടെ ആ വർക്കുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പൊടിക്കുന്ന മെഷീൻ അവിടെ, യൂണിറ്റ് അത് അവിടെ വാ. പിന്നെ ഇവർ മേപ്പാടി ഭാഗത്തേക്ക് ഇവരുടെ ബാക്കി അവിടേക്ക് ആവശ്യമുള്ള ബോളറും ഇതിലേ പോകുന്നുണ്ട് കേട്ടോ. ചുരം വഴി, താമരശ്ശേരി ചുരം വഴി പോകുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം. പിന്നെ അതുകൂടാതെ അതിലും കൂടുതൽ ഏറ്റവും കൂടുതൽ ബാക്കി വരുന്നവർക്ക് താഴത്ത് മുത്തപ്പം ഭാഗത്തൂടെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അവിടുന്ന് പിന്നെ ബാക്കി സ്ഥലങ്ങളിലേക്കൊക്കെ പുറം സ്ഥലങ്ങളിലേക്കൊക്കെ പോകും. എന്തായാലും 10,000 കണക്കിന് ലോഡ് മെറ്റൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എന്തായാലും വരേണ്ടി വരും. അത്രയ്ക്കും പാറ. ഒരു 100 കണക്കിന് ലോഡ് ഇപ്പം പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു 50 മീറ്റർ ആകുമ്പോഴേക്കും. ഇനി രണ്ടാമത്തെ തുരങ്കപാതയും ഇവർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അതിനുള്ള മെഷീനുകളും ഒക്കെ ഇറക്കി കഴിഞ്ഞാൽ ഒരു ദിവസം ഇവിടെ
അത് 4 മീറ്റർ, ഇത് 4 മീറ്റർ, അങ്ങനെ 8 മീറ്റർ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നൊരു 8 മീറ്റർ. അങ്ങനെ കൂടി നമ്മുടെ 16 കിലോമീറ്റർ ദൂരമുള്ളത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കൂട്ടിയാൽ മതി കേട്ടോ, എത്ര ദിവസം കൊണ്ട് കഴിയുന്നുള്ളത്. ഓക്കെ, ഇതൊക്കെയാണ് ഈ നമ്മുടെ ഈ തുരങ്കപാതൻ്റെ ഈ ഭാഗത്തുള്ള വിശേഷങ്ങൾ. എന്തായാലും നല്ല വെള്ളം ഒഴുകുന്നു, നല്ല ഹരമുണ്ട്. ഇപ്പോൾ കുളിക്കാനൊക്കെ കൂട്ടായി വന്നു. ഇപ്പം നല്ലൊരു ശാന്തമായിട്ട് ഒഴുകുന്ന സമയം കേട്ടോ. പെട്ടെന്ന് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപകടം വരാൻ വേറെ അങ്ങോട്ട് പോകണ്ട. അജാതി വരുത്താണ് ഇതിൻ്റെ ഉള്ളിൽ കൂടി. പെട്ടെന്ന് വെള്ളം കൊണ്ട് വന്നു കഴിഞ്ഞാൽ അറിയില്ല കേട്ടോ. മുകൾ ഭാഗത്ത് മാത്രം മഴ പെയ്യും, താഴത്ത് മഴ പെയ്യില്ല. അങ്ങനെയുള്ള അവസ്ഥയൊക്കെ വരുമ്പോൾ അപ്പം ആർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ മഴക്കാലത്ത് കഴിയുന്നതും അരുവികളിൽ കുളിക്കാതെ നിൽക്കലാണ് ഏറ്റവും നല്ലത്. അരിപ്പാറൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അരിപ്പാറ ഒന്നിപ്പം വന്നിട്ട് കാര്യമില്ല, അവിടെ കുളിക്കാനൊന്നും പറ്റില്ല. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം. ഇപ്പം തന്നെ ഇവിടെ എത്രത്തോളം വെളിച്ചമെന്നറിയോ, ഒരുപാട് മരങ്ങളൊക്കെ കൂടിയായിട്ട് ഇരുടും മൂടിയൊരു സ്ഥലമായിരുന്നു. ഇതാട്ടോ നമ്മുടെ പാലത്തിൻ്റെ വർക്ക് എടുക്കുന്ന പുനിയ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഏരിയ കേട്ടോ. യൂണിറ്റ് ഇവിടെ നിന്നാട്ടോ മിക്സ് ആക്കിയിട്ടൊക്കെ അവരങ്ങനെ കൊണ്ടുപോകുന്ന ഏരിയ. അവരുടെ ഫുൾ സാധനം പുതിയതാട്ടോ. ഏതായാലും കേരളത്തിൽ അവർ, ഇത് ആന്ധ്രാപ്രദേശ് ആസ്ഥാനമായുള്ള കമ്പനിയാണെന്നാണ്. അവർ ഇവിടേക്ക് ഫുള്ള് മൊത്തം പുതിയതാണ് ഇറക്കിയെന്ന് തോന്നുന്നത്. എന്തായാലും വേണ്ടിയില്ല. അപ്പോൾ നമ്മുടെ സ്റ്റീൽ ബ്രിഡ്ജിൻ്റെ ഇത് കാണാം നമുക്കിവിടെ. ബൗസ്ട്രിങ് കേട്ടോ ഈ ബ്രിഡ്ജിന് പറയാം. നോസ്റ്റ് 2 വരുന്നുണ്ട്. ഇരുവഴിഞ്ഞിപ്പുഴ എന്നാണ് ഈ പുഴയുടെ ഒരു സ്റ്റാർട്ടിംഗ് ആണ്. പക്ഷേ ഇവിടേക്ക് മറിപ്പുഴ എന്നാണ് പറയാം. 1/2 കിലോമീറ്റർ ഇവരുടെ പ്രൊജക്റ്റിൻ്റെ മൊത്തം നീളം കേട്ടോ. അതായത് ഇവർ അപ്രോച്ച് റോഡ് അടക്കം ഇവർക്ക് 1/2 കിലോമീറ്റർ 0.460 1/2 കിലോമീറ്റർ വരുന്നില്ല അപ്രോച്ച് റോഡ് അടക്കം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നമ്മുടെ ബാക്കിയുള്ള റോഡിൻ്റെ വർക്കുകളൊക്കെ ഒരാളുങ്കൽ അവരുടെ വർക്ക് അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇവരുടെ ഏകദേശം ഇതുവരെ തന്നെ വരുന്നുണ്ടാവും കേട്ടോ. ഇത്ര ഞാൻ നിൽക്കുന്ന ഒരു ദൂരം തന്നെ വരുന്നുണ്ടാകും. 500 മീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ 80 മീറ്ററൊക്കെയാണ് നമ്മുടെ കുറ്റിപ്പുറം ബ്രിഡ്ജൊക്കെ വരുന്നത്. 150 മീറ്റർ നീളം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നീളമുള്ള സ്റ്റീൽ ബ്രിഡ്ജാണ്. പിന്നെ 150 മീറ്ററൊക്കെ ഉണ്ടോ എന്നാൽ അവർ പറഞ്ഞത് അങ്ങനെ കേട്ടോ. നമ്മുടെ കുറ്റിപ്പുറമൊക്കെയുള്ള സ്റ്റീൽ ബ്രിഡ്ജുകൾ കണ്ടില്ലേ, അത്യാവശ്യം നല്ല റെയിൽവേ ക്രോസിങ്ങിനുള്ള. അത് ഇത്ര 80 മീറ്റർ നീളത്തിലാണ് വരുന്നത്. ഇത് 150 മീറ്റർ എന്ന് പറയുമ്പോൾ നല്ല നീളം വരില്ലേ. ഏതായാലും കറക്റ്റ് അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ എഞ്ചിനീയറോട് ചോദിച്ചപ്പോൾ 150 മീറ്ററാണ് പറഞ്ഞത്. ഏതായാലും അത് പോട്ടെ. ഇത് കണ്ടങ്ങൾ ഇതിൻ്റെ ചുറ്റുപാടുള്ള കാഴ്ചകളാട്ടോ. യെസ്, മല എന്ന് പറയുന്നത് 1.5 മലകളാണ് അവിടെ ഉള്ളത്. ഇത് നമ്മൾ തുരങ്കപാതൻ്റെ മുകളിൽ കാണുന്നതിനെക്കാട്ടി വലിയ നല്ല ഉയരത്തിലുള്ള മല കേട്ടത്. 760 മീറ്റർ ഉയരത്തിലാണ് ഇപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം. അതായത് തുരങ്കപാത സ്റ്റാർട്ട് ചെയ്യുന്ന ഏരിയ 760 മീറ്റർ കടൽ നിരപ്പുന്ന്. അതുപോലെ 780 മീറ്റർ മേപ്പാടി ഭാഗത്ത്. അങ്ങനെ ഈ ഭാഗത്തേക്ക് കുറച്ചൊരു സ്ലോപ്പിലാണ് വരുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് തുരങ്കപാതയും കുറച്ചൊരു കയറ്റം ഉണ്ടാകും. കയറ്റം അറിയില്ല കേട്ടോ. 8 കിലോമീറ്ററിലൊന്നും ഒരു 10-30 മീറ്റർ 40 മീറ്ററിൻ്റെ ഹൈറ്റൊന്നും വലിയ അങ്ങനെ അറിയില്ല. അതൊക്കെ ഒരു ലെവലിൽ എങ്ങനെ പോകും. ആനകളൊക്കെ ഇറങ്ങുന്ന കാട് ഇവിടുത്തെ നാട്ടുകാർ തന്നെ പറയുന്നുണ്ട് കേട്ടോ. അവിടെയൊക്കെ ആനകൾ, പുലികളെ കണ്ടവരുണ്ട്. ഒക്കെ രാത്രി ഇവിടെ ഒന്നും ഇതുവരെ അങ്ങനെ ഒരു അപകടകരമായിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടായിട്ടില്ല. അവർ വെള്ളം ഇറങ്ങി വരുന്ന ഏരിയയിൽ കൂടി അങ്ങനെ ആനകളൊക്കെ ഇറങ്ങി വരും. പണിക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി അവരുടെ കറണ്ടിൻ്റെ ലൈനുകളൊക്കെ ഒരു മതിൽ പോലെ മൊത്തത്തിലൊന്ന് വലിക്കാനുള്ള പരിപാടിയാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അതിനിപ്പം കോടികൾ ചിലവാകും അല്ലേ. അത് പിന്നെ സർക്കാരിൻ്റെ ഇതൊന്നും വേറെ തന്നെ ചിലവിലായിരിക്കും. പണിക്കാരുടെ സുരക്ഷ ഉറപ്പ് വരുത്തണ്ടേ, അതായിരിക്കും. പുനിയ ഉണ്ടായി. ഇതും പുതിയ തന്നെ കേട്ടോ. ഒക്കെ ഇവർ മൊത്തം പുതിയ തന്നെ ഇറക്കിയെന്ന് തോന്നുന്നു. ആ JCB പുതിയതാണ്. ഇനി പുനിയ കമ്പനിയുടെ പാലം പണിയും പെട്ടെന്ന് തുടങ്ങുന്നതായിരിക്കും. ഇപ്പോൾ കാര്യമായിട്ട് നമ്മുടെ ഈ റോഡാട്ടോ, ഇവിടുന്ന് പുല്ലൂരമ്പാറ വരെയുള്ള റോഡ്. ഇവിടെ ഒരുപാട് ആളുകൾ കുറേ ഇടപെട്ടിട്ടാണ് വീടെങ്കിലും ഒരുപാട് ആളുകൾ താമസിക്കുന്നൊരു ഏരിയ ആണ്. അപ്പോൾ അവർക്കൊക്കെ യാത്ര നല്ലൊരു ബുദ്ധിമുട്ടാണ്. ഈ റോഡ് പറ്റ മോശമായിട്ടാണ് അപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഊരാളുകളിനൊരു ഡേറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഡേറ്റ് ഒന്ന് കാണാം നമുക്ക് പോയിട്ട്. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഊരാളുങ്ങളുടെ പണി തീരുന്നതിൻ്റെ തുടങ്ങുന്നതിൻ്റെ ഒക്കെ ഡേറ്റ്. തിരുവമ്പാടി മറിപ്പുഴ പ്രൊജക്റ്റാട്ടത് ഈ റോഡ്.
17.75 കിലോമീറ്റർ ദൂരത്തിൽ വരുന്നുണ്ട്. ഇവിടുന്ന് പുല്ലൂരാമ്പാറയ്ക്ക് ഒരു 7 കിലോമീറ്റർ, അവിടുന്ന് തിരുവമ്പാടിക്കുള്ള ദൂരം. ഡേറ്റ് തുടങ്ങിയ ഡേറ്റ് 25/2/2024, തീർക്കേണ്ട ഡേറ്റ് 24/2/2026. അങ്ങനെ തന്നെ അല്ലേ ഡേറ്റ് ഓഫ് കംപ്ലീഷനോ? അപ്പോൾ 24/2 ഇപ്പോൾ കഴിഞ്ഞ് കേട്ടോ. ഇനിയിപ്പം 26, 27, 28 ആവേണ്ടി വരും. 2028 ഒരു കൊല്ലം കൊണ്ട് തീരുമെന്ന് എനിക്ക് തോന്നില്ല. പക്ഷെ ഒരാളുകളൊന്നും മനസ്സ് വെച്ചാൽ 6 മാസം കൊണ്ട് തീരും കേട്ടോ. അത്രയ്ക്കേ വർക്കുള്ളൂ ഈ റോഡിൻ്റെ വർക്ക്. പക്ഷെ എന്താ അറിയില്ല, കുറച്ചൊക്കെ ഒരു സ്ലോ ആണ്. അപ്പോൾ സ്നേഹിതന്മാരെ, ഇതൊക്കെ കേട്ടോ നമ്മുടെ തുരങ്കപാതയുടെ ഇപ്പോഴത്തെ അപ്ഡേഷൻ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തതൊക്കെ കണ്ട് ചെയ്താളിട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.